ഇതേ കണ്ടില്ലേ, എന്റെ പട്ടം മുകളിലെ താഴെ ലെഫ്റ്റ് റൈറ്റ് എല്ലായിടത്തും പോവും. ഇന്നാ നീയും പറപ്പിക്ക. വേണ്ട വേണ്ട, എനിക്ക് പറപ്പിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കിംലി. വലിക്കേ വലിക്കേ, പട്ടം ആഞ്ഞു വലിക്കേ. ചഡ്ഡ അങ്കിൾ എന്തിനാ ഇത്ര ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നറിയില്ല. വരൂ കുട്ടികളെ, ഇത് കഴിക്കൂ, നല്ല ഒന്നാന്തരം ലഡു. ഹായ് ലഡു. വാവ്, എനിക്ക് ലഡു ഒരുപാട് ഇഷ്ടാ. മക്കളെ, ഇന്ന് മകരസംക്രാന്തി അല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് ലഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും കഴിച്ചോ. താങ്ക് യു പപ്പ. വീർ ടെറസിൽ നിന്ന് പട്ടം പറത്തിയാൽ മുകളിൽ നിന്നും താഴെ വീഴാൻ സാധ്യതയുണ്ട്, അറിയാമല്ലോ. പട്ടം പറത്തുമ്പോൾ ഏതെങ്കിലും തുറന്ന വിശാലമായ മൈതാനത്ത് പോയി നിന്ന് വേണം പറത്താൻ. ഓക്കേ പപ്പ, ഞങ്ങള് മൈതാനത്തിൽ പോയി വട്ടം പറത്തിക്കോളാം. വീർ വീർ, എനിക്കും പട്ടം പറപ്പിക്കണം. വരൂ, നമുക്ക് മൈതാനത്തിൽ പോയി പട്ടം പറത്താം. ഇല്ല, എനിക്ക് ഇവിടെ നിന്ന് പറപ്പിക്കണം. ഇന്നിവരെ കൈയോടെ പിടികൂടിയിട്ട് തന്നെ ബാക്കി കാര്യം. നൂലില്ലാതെ ഇവരെങ്ങനെ പട്ടം പറപ്പിക്കുന്നേ? നൂലില്ലാതെ എങ്ങനെ ഇത് പറക്കുന്നത്? ജിൻഡു, വണ്ടിയെല്ലാം വീണ്ടും കണ്ടു. മന്ത്രശക്തി ഉപയോഗിക്കുമ്പോൾ നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇന്നിവനെ ഞാൻ എന്റെ മന്ത്രശക്തി എല്ലാം കാണിക്കാൻ പോവുകയാണ്. ചുൾബുൾ, ഈ നൂല് കൊണ്ട് പട്ടത്തിൽ കെട്ട്. ചുൾബുൾ എങ്ങനെയാ കെട്ടുക? പട്ടം അങ്ങ് ദൂരെ ആകാശത്തല്ലേ? ചെല്ലു വണ്ടി, നീയും ചെല്ല്. ചുൾബുളിന് കമ്പനി കൊടുക്ക. ഞാൻ പോകുന്നില്ല. മമ്മി, എന്നെ ഒന്ന് രക്ഷിക്ക. വണ്ടി സൂക്ഷിച്ചോ, ചുൾബുൾ നിന്നെ ഇടിച്ചിടാതെ നോക്കണേ. മമ്മി, തലയില്ലാത്ത ഭൂതം. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ് വീർ. തേനീച്ചകളിപ്പോ എവിടുന്ന് വന്നു? ഈ ചഡ്ഡാങ്കൾ എന്തിനാ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് എപ്പോഴും വണ്ടി ഓടിക്കുന്നേ? അകത്തോട്ട് പോകരുത്, അകത്ത് തലയില്ലാത്ത ഭൂതമുണ്ട്. അകത്തോട്ട് പോകുന്നവരൊക്കെ ഭൂതം പ്രാവാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പോകരുത്, നിക്ക്. വേഗം ഭൂതത്തിന്റെ വേഷം ധരിക്കേ. ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കണം. ഞാനെല്ലാം കണ്ടല്ലോ, നിങ്ങൾ ഭൂതങ്ങളൊന്നുമല്ല. ഇനി നിന്നെ ഞങ്ങൾക്ക് വെറുതെ വിടാനാവില്ല. വിട്ടാൽ നീ പുറത്തുപോയി സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. ഇവിടെ ഭൂതങ്ങളല്ല മനുഷ്യന്മാരാണെന്ന്. പിന്നെ ഞങ്ങളുടെ മോഷണങ്ങളും സ്മഗ്ലിംഗ് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. നിന്നെ ഞങ്ങളിവിടെ കെട്ടിയിടാൻ പോവുകയാണ്. ഭൂതങ്ങൾ അവളെ ഒരു പ്രാവാക്കി പറത്തി വിട്ടിരിക്കുന്നു. ഓടിക്കോ. മുത്തശ്ശ, എന്നെ ഒന്ന് സഹായിക്കണം. എന്തു പറ്റി? നിങ്ങൾ എന്താ ഇത്ര ഭയന്ന് വിറച്ച് നിൽക്കുന്നത്? ഇന്നെന്റെ മോള് സാരിക എന്നോട് ദേഷ്യപ്പെട്ട് പ്രാവായി പറന്നു പോയി കളഞ്ഞു. മുത്തശ്ശ, എന്നെ ഒന്ന് സഹായിക്കും മുത്തശ്ശ, പ്ലീസ്. അപ്പോ ശരി, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ നേരിട്ട് പോയി അവിടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം, കേട്ടോ? ഞാനോ
ഇന്നാ പിടിച്ചോ ക്യാരറ്റ്. ഒരു ക്യാരറ്റ് കൊണ്ടൊക്കെ എനിക്കെന്താവാനാ? വീണ്ടും വീണ്ടും എറിഞ്ഞുകൊണ്ടേയിരിക്കേ. ഹാ. La 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 la. La la la. അങ്കിളെ ഒരു മിനിറ്റ്. അങ്കിൾ ഈ നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ? അങ്കിൾ അങ്കിളുടെ ഓട്ടോഗ്രാഫ് ഒന്ന് എനിക്ക് തരുമോ? എന്റെ ഓട്ടോഗ്രാഫ് വേണോ? ആ തരാലോ, അതിനെന്താ. എവിടെയാ ഓട്ടോഗ്രാഫ് തരേണ്ടത്? എന്റെ കാറ് കള്ളൻ കള്ളൻ. കള്ളൻ കള്ളൻ. ചുൾബുൾ, ഇനി എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് മുങ്ങുന്നതാ നല്ലത്. വീർ, നിനക്കറിയാമോ, നഗരത്തിൽ വിചിത്രമായ പല മോഷണങ്ങളും നടക്കുന്നുണ്ട്. വീടിന്റെ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരിക്കും. എന്നിട്ടും ആരോ മോഷണം നടത്തിയിട്ട് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അതിനർത്ഥം ആ കള്ളൻ വളരെ ചെറുതാണെന്നാണ്. അതുകൊണ്ടാണ് വാതില് തുറക്കാതെ തന്നെ അകത്തേക്കും പുറത്തേക്കും പോവാൻ കഴിയുന്നത്. അത്രയും ചെറിയ കള്ളൻ ആരായിരിക്കും വീർ? പറഞ്ഞോളൂ, എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? മുത്തശ്ശ, ഇന്നലെ ഞങ്ങളുടെ വീട്ടിലും മോഷണം പോയിരിക്കുക. വാതിലുകളെല്ലാം അകത്തുനിന്ന് അടച്ചിരുന്നു. കള്ളൻ എങ്ങനെ അകത്തേക്ക് കയറിയെന്നോ പുറത്തേക്ക് പോയെന്നോ ഒന്നും അറിയില്ല. വീർ, ഇത് കണ്ടോ? എന്ത് നല്ല തത്തമ്മയാ. അത് ശരി, ഇതെങ്ങനെയാ മോളെ നിന്റെ കയ്യിലെത്തിയത്? ഇന്നലെ ഇത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. എനിക്ക് ടെറസിന്റെ മുകളിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കൂടെ കൊണ്ടുപോയി. നേരം വെളുത്തപ്പോ എങ്ങോട്ട് പോയി നോരും. വീർ, എന്നെ പിടിക്കണമെങ്കിലേ നീ ക്യാരറ്റ് കഴിക്കണം. ക്യാരറ്റില് വിറ്റമിൻ എ ഉണ്ട്. അത് ആരോഗ്യത്തിന് വളരെ നല്ലതാ. എനിക്ക് എന്താണ് എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്? ആരാണത്? ആരാണ്? ആരടാ എന്റെ ദേഹത്തോട്ട് ചാടിയത്? ഒന്നൂടെ വാ. ആണാണെങ്കിൽ നേർക്ക് നേരെ വാടാ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തോ. ആരാണത്? ആരാണത്? അപ്പൂപ്പ, ഇതെന്റെ സഹോദരനാണ്. അമേരിക്കയിൽ നിന്ന് വന്നതാണ്. പക്ഷെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഗുണ്ടകള് സാധനങ്ങൾ മോഷ്ടിച്ചു. അതെങ്ങനെ മോഷ്ടിച്ചു? എന്താ സംഭവിച്ചത്? ഞാനൊരു ടാക്സിയിൽ വരികയായിരുന്നു. എനിക്ക് കണ്ടിട്ട് തോന്നിയത് ക്യാബ് ഡ്രൈവറും അവരുടെ കൂട്ടത്തിലുള്ള ആളാണെന്നാണ്. ടാക്സി ഡ്രൈവറെ ഇടിക്കുന്നതൊക്കെ ചിലപ്പോ അവരുടെ നാടകമായിരിക്കാം. അപ്പൊ അവനെതിരെ പോലീസ് ആക്ഷൻ ഒന്നും എടുക്കില്ലല്ലോ. തീർച്ചയായും ആ ടാക്സി ഡ്രൈവർ ഗുണ്ടകളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ആയിരിക്കും. താങ്കൾക്ക് അയാളെ വീണ്ടും കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? പിന്നെന്താ, അവന്റെ വലതുവശത്തെ കവളിൽ ഒരു വലിയ കറുത്ത മറുകുണ്ട്. അവനൊരു കള്ളനാ, ചീറ്ററാ. അവൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഡ്രൈവർമാരും കള്ളന്മാരാ, ചീറ്റാസാ. അല്ല അങ്കിളെ, എല്ലാവരും ചീറ്റർമാരല്ല. ഞങ്ങൾ ഇവിടെ ഗസ്റ്റുകളെ ദൈവമായിട്ടാ കാണുന്നേ. അതെ, അതിഥി ദേവോ ഭവ എന്നാണ് പറയാറ്. അങ്കിള് നോക്കിയോ, ആ ടാക്സിക്കാരൻ എന്തായാലും അങ്കിളുടെ സാധനം തിരിച്ചു കൊണ്ടുതരും. എന്നിട്ട് ക്ഷമയും ചോദിക്കും. ഓ, അതൊക്കെ ഇമ്പോസിബിൾ ആണ്. അപ്പൂപ്പൻ പറയാറുണ്ട്, ഇമ്പോസിബിൾ ഒക്കെ പോസിബിൾ ആക്കുന്ന ആളാണ് വീരെന്ന്. എന്നോട് പറയാതെ ഈ വീർ എവിടെ